ഹിന്ദു സംഘടനാ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് NIA 11 പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം. സാമുദായിക സംഘർഷം ലക്ഷ്യമിട്ട് നടന്ന കൊലപാതകത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന് NIA. വിവരങ്ങളുമായി S. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, NIAയുടെ കുറ്റപത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? നീലിമ, ഈ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് NIA കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് സുഹാസ് ഷെട്ടിയെ വധിക്കണമെന്നുള്ള നേരത്തെ തന്നെ കരുതിക്കൂട്ടി അതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു പ്ലാനിങ് ഇതിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രകോപനത്തിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു അക്രമം ഉണ്ടാകുകയോ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് മാസങ്ങൾ നീണ്ടു നിന്ന ഗൂഢാലോചനയുടെ ഫലമായാണ് സുഹാസ് ഷെട്ടിയെ വധിച്ചത് എന്നുള്ളതാണ്. സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയതിലൂടെ ഈ അക്രമികൾ ലക്ഷ്യമിട്ട് വലിയ കലാപമായിരുന്നു എന്നുള്ളതും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ ഏതാണ്ട് 11 പേരിലധികം പേർ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലായി ഗൂഢാലോചന നടത്തി, ആയുധങ്ങൾ സംഭരിച്ചു സുഹാസ് ഷെട്ടിയെ വധിക്കുവാൻ വേണ്ടി. മാത്രമല്ല, ഈ സുഹാസ് ഷെട്ടിയെ വധിച്ചതിന് ശേഷം തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഈ അക്രമികളുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും ഈ കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നത്. നീലിമ. ഹിന്ദു സംഘടനാ നേതാവ് സുഹാസ് ഷെട്ടി ഇക്കഴിഞ്ഞ മെയ് 1 കൊല്ലപ്പെടുന്നത്. വിവരങ്ങളാണ് നന്ദഗോപൻ നൽകിയത്.